അപ്പോൾ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് നെത്തല്ലൂർ വരെ നടന്നു വരാൻ പേടിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ഓറഞ്ച് പറഞ്ഞു. പച്ച, ഓറഞ്ച്. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കറുകച്ചാല നെത്തല്ലൂരാണ്. നെത്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് അടുത്താണ്. ഇവിടെ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ കറുകച്ചാലിന്റെ വിശേഷങ്ങളാണ്. കറുകച്ചാലിൽ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും നാട്ടുവിശേഷങ്ങളും കുസൃതി ചോദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് അടിച്ച് പൊളിക്കാന്നേ. അപ്പോൾ ഈ പ്രാവശ്യം കുസൃതി ചോദ്യത്തിന് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിലും കേരളത്തിലൂടെയും ആരുടെയും സ്വർണം അത് ബാങ്കിൽ പണയവിരിക്കുന്നതാണെങ്കിലും അതെടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാനും വാങ്ങുവാനും മൈസൂർ ഗോൾഡ് 25 വർഷത്തെ പ്രവർത്തന സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. ഇവരുടെ ബ്രാഞ്ചുകൾ കുന്നുകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്. അപ്പൊ കൂട്ടുകാരെ, നെത്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകള് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ കറുകച്ചാല നെത്തല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിനകത്ത് നിൽക്കുകയാണ്. ഇവിടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാഴ്ചശ്രീവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയെടുപ്പും മറ്റു കാര്യങ്ങളും, അതുപോലെ തിടമ്പെടുത്ത കൊമ്പനാനയൊക്കെ ഉണ്ട്. നമ്മുടെ നെത്തല്ലൂർ അമ്പലത്തിലെ ജോയിന്റ് സെക്രട്ടറിയെ പരിചയപ്പെടാം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്താ പേര് സാറിന്റെ? പത്മനാഭൻ നായർ. പത്മനാഭൻ നായർ. അപ്പൊ സാറേ, ഉത്സവമൊക്കെ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇത് 9ാം ഉത്സവം പള്ളിവേട്ട തീരാറായി. ഇന്ന് തീരും അല്ലേ? നാളെ കൊണ്ട് തീരും. നാളെ കൊണ്ട് തീരും അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ഈ കറുകച്ചാല നെത്തല്ലൂർ അമ്പലത്തിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? കറുകച്ചാല നെത്തല്ലൂരിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ നാടിന്റെ ഏറ്റവും വലിയൊരു ഐശ്വര്യമായുള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ നാട്ടുകാരിങ്ങനെ ഇവിടെ മാത്രമല്ല, സമീപപ്രദേശത്തുള്ള ആൾക്കാരെല്ലാം എല്ലാവരും ഉത്സവത്തിന് ഭക്താനങ്ങൾ ഭയങ്കര ഭക്താന തിരക്കാണ്. അപ്പൊ ഇന്നും നാളെയാണ് പ്രത്യേകിച്ചും. അപ്പോൾ കറുകച്ചാല നെത്തല്ലൂർ അമ്പലത്തിനടുത്ത് ഓട്ടോ സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറച്ച് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുന്നുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരൊന്ന് പറയാമോ? സൂരജ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുക അല്ലേ? അടിപൊളിയായിട്ട് ഉത്സവം നടക്കുകയാണ്. എവിടെ താമസിക്കുന്നത്? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. കറുകച്ചാലിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാമോ? കറുകച്ചാലിൽ ഇപ്പം 2 സിനിമാ തിയേറ്ററുകൾ വരുന്നു. പിന്നെ മൊത്തത്തിലൊരു പുരോഗതിയായി വന്നു. ഇപ്പൊ ഉത്സവം ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞ് ഉത്സവം തുടങ്ങി. പേരെന്ന് പറയാമോ? എന്റെ പേര് അൻസില്. എവിടെ താമസിക്കുന്നത്? ഞാൻ ഇവിടെ നെത്തല്ലൂർ തന്നെ. നെത്തല്ലൂർ തന്നെയാണല്ലേ? അൻസിൽ എന്താ പറയാനുണ്ട് കറുകച്ചാലിനെ നെത്തല്ലൂരിനെ കുറിച്ച്? നെത്തല്ലൂർ എന്ന് പറഞ്ഞാൽ പണ്ടത്തേലും ഒത്തിരി വളർന്നു. അതായത് കെട്ടിടങ്ങളായി, ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം വാങ്ങിക്കണേ കോട്ടയം, ചങ്ങനാശ്ശേരി പോയി. ഇപ്പം എല്ലാം നമ്മുടെ കാലിന്റെ കീഴിൽ തന്നെ റെഡിയാ. അതുപോലെ തന്നെ സ്നേഹമുള്ള ആൾക്കാരാണ്, കാര്യങ്ങളാണ്. ഒരു ചേട്ടൻ ഓടി വന്നിട്ടുണ്ട്. ആ ചേട്ടൻ പേരെന്ന് പറയാമോ? സതീഷ് കുമാർ. എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ ഓടിക്കുന്നു. വണ്ടി അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ തന്നെ അടുത്ത് തന്നെയാണോ? അടുത്തല്ലേ, ചമ്പക്കര. എന്ന് പറയാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കുഴപ്പമില്ല പോകുന്നല്ലേ? ഈ അവൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളത്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. ഒരു ചേട്ടനോട്. ആ പേരെന്ന് പറയാം? പേര് ബാലേന്ദ്രൻ. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നത്? ഞാൻ 32 വർഷമായി. അയ്യോ, 32 വർഷത്തെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചേട്ടനെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു തന്നെ നമുക്ക് വലിയ കാര്യമാണ്. അപ്പൊ കറുകച്ചാലിനെ പറ്റി ആധികാരികമായിട്ട് എന്താ പറയാനുള്ളത്? കറുകച്ചാലിനെ പറ്റി എന്നാ പറയാനാ? കറുകച്ചാലിന്റെ മുഖച്ചായ മാറിപ്പോയി. പഴയ മുഖച്ചായ അല്ല ഇപ്പം. അല്ല, നെത്തല്ലൂരിനെ കുറിച്ച് നെത്തല്ലൂരും അതുപോലെ തന്നെയാണ്. ഒരു വികസനം എല്ലായിടത്തും യാത്രാ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ രാജ, എല്ലാവർക്കും ഉണ്ട് കൈ. എല്ലാവർക്കും നെത്തല്ലൂർ അമ്പലത്തിനടുത്ത് കട നടത്തുന്ന, വർഷങ്ങളായിട്ട് കട നടത്തുന്ന അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. ഇത് വേഡ്ഷേഡിനോട് ചേർന്നാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അച്ഛാ നമസ്കാരം. എന്നാണ് വാർത്തകളൊക്കെ? വാർത്തകൾ തന്നെ. ദിവസമാണ്. വളരെ ആഘോഷമായിട്ട് നിൽക്കുന്നു. അച്ഛന്റെ പേരെന്ന് പറയാമോ? എന്റെ പേര് രാമേന്ദ്രൻ നായർ. മണിച്ചേട്ടൻ. ഇവിടെ അറിയപ്പെടുന്നത്. എത്ര വർഷമായി? നമ്മൾ എത്ര നാളായിട്ടുണ്ട് ഈ കട തുടങ്ങിയിട്ട്? ഇവിടെ 60 കൊല്ലമായി. 60 വർഷമായി അല്ലേ?
അപ്പൊ കറുകച്ചാലിനെ കുറിച്ച് കറുകച്ചാലിന്റെ ചരിത്രം മുഴുവൻ അറിയാം. മുഴുവൻ അറിയാം. എന്തെങ്കിലും കറുകച്ചാലിനെ കുറിച്ച് ഒന്ന് പറയാമോ? കറുകച്ചാലിന് ഇത്രയും വികസിതം പെട്ടെന്നുണ്ടായ വികസിതമല്ല. അതെ അല്ലേ? കറുകച്ചാലിൽ നിന്ന് നെത്തല്ലൂർ വരെ നടന്നു വരാൻ പേടിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലം ഉണ്ടായിരുന്നു. കാടും പടപ്പും എല്ലാം കാരണം. ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഇത്ര മാറ്റങ്ങളല്ലേ? ഞാനിപ്പോൾ നമ്മുടെ നെത്തല്ലൂര് വെയിറ്റ് ഷെഡിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് വലത്തോട്ട് പോയ കോട്ടയം, നേരെ പോയ ചങ്ങനാശ്ശേരിയാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടെ നല്ല വൈബാണ്. ഇവിടെ ഉത്സവത്തിന്റെയൊക്കെ നല്ല തിരക്കാണ്. നമുക്കൊരു അച്ഛനെ കണ്ട് അച്ഛനോട് സംസാരിക്കാം. അച്ഛൻ നമസ്കാരം. നമസ്കാരം. പേരെന്താ അച്ഛാ? ഗോപി. ഗോപി. അപ്പം കറുകച്ചാലൊക്കെ അച്ഛൻ എന്താ ഇത്രയും വർഷത്തെ പരിചയം പറ്റിയ കറുകച്ചാലിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണല്ലേ? നന്നായിട്ട് ജീവിച്ച നന്നായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണെന്നാണ് കറുകച്ചാല്. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ ഇപ്പൊ ഉണ്ടോ? ചേട്ടൻ പേരെന്ന് പറയാം. എന്റെ പേര് രഞ്ജിത്ത്. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഓട്ടോ ഓടിക്കുന്നതാണ്. വണ്ടി വർക്ക്ഷോപ്പിലാണ് ചെറിയ പണിയായിട്ട്. അപ്പം എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? ഞാനൊരു 1.5 വർഷമായുള്ളൂ. ഫോട്ടോഗ്രാഫി ആയിരുന്നു എന്റെ പരിപാടി. ഫോട്ടോഗ്രാഫി ആയിരുന്നു. അപ്പൊ ചേട്ടാ, ഈ കറുകച്ചാലിനെ നെത്തല്ലൂരിനെ പറ്റിയൊക്കെ 2 അഭിപ്രായം ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയും. നല്ല അഭിപ്രായമാണ്. ഒരു കുഴപ്പമില്ലാത്ത നാടാണ്, നല്ല നാടാണ്. അച്ഛൻ പറഞ്ഞോളൂ, ജീവിക്കാൻ പറ്റിയ നാടാണ്. ഒരു കുഴപ്പമില്ല, നല്ലപോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് നന്ദി. നമ്മളിപ്പോൾ കറുകച്ചാൽ സിറ്റിയില് കട നടന്ന ഒരു ചേട്ടനെ പരിചയപ്പെടാൻ പോകണം. ചേട്ടാ നമസ്കാരം. 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 എന്നാ ഉണ്ടെന്ന് വിശേഷമൊക്കെ? ശേഷം കറിച്ചാൽ കുഴപ്പമില്ല. എന്നാ ഒരു സന്തോഷമില്ലാത്ത പോലെ? കാലാവസ്ഥ മാറിയോണ്ടാണ്. പേരൊന്നും പറയാമോ? മനോഹരൻ. മനോഹരൻ ചേട്ടനാണ് കേട്ടോ. എത്ര വർഷമായിട്ട് നമ്മൾ കട നടത്തുന്നത്? അത് 40 വർഷമായി. 40 വർഷമായിട്ട് കട നടത്തുന്നതാണ്. കറുകച്ചാലിനെ കുറിച്ച് 2 വാക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട്. കറിച്ചാൽ നല്ലൊരു സിറ്റിയാണ്. ഇവിടെ ആവശ്യത്തിന് മദ്യം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അതാ ചേട്ടൻ പറഞ്ഞു, ആവശ്യത്തിന് മദ്യം കഴിക്കാനുള്ള സൗകര്യം. 2 ബാറ്, 2 ബീവറേജ് ഉണ്ടോ? 2 ബാറും 2 ബീവറേജ്. ആദ്യം പറഞ്ഞ അതൊക്കെയാ. ഇലക്ഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇലക്ഷൻ പരിപാടി തകൃതിമൃതിയായിട്ട് നടക്കുന്നു. ഒരു കാര്യം പരിചയപ്പെടുത്താം. നമ്മുടെ VS അച്യുതാനന്ദൻ സാറിന്റെ കൊച്ചുമകനാണ്. ആയിട്ട് വരും. ഒന്ന് പറഞ്ഞോ. കൊച്ചുമകനായിട്ട് വരും. സാറാളല്ല. അപ്പൊ കറുകച്ചാലിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളു പറയാം. ഞാൻ പുന്നപ്രക്കാരനാണ്. പുന്നപ്രക്കാരനാണല്ലേ? ഇവിടെ വന്ന് വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കും. എത്ര വർഷമായി ഇപ്പം മൊത്തം ഇവിടെ വന്നിട്ട്? ഇപ്പം 74 വന്നതാണ്. എന്തായാലും വളരെ നന്ദി. ഓക്കെ, നമുക്ക് കറുകച്ചാട് നല്ല അടിപൊളി ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് കുസൃതി ചോദ്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ചോദിക്കാം. ചേട്ടാ നമസ്കാരം. പേരെന്ന് പറയാം? പേര് മധു. മധുചേട്ടനാണ്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? പ്രദീപ് കുമാർ. പ്രദീപ് കുമാർ. ഓ, ഗംഭീര പേരാ കേട്ടോ, ഒരു രക്ഷയില്ല. കറുകച്ചാലിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ എന്താ? കറുകച്ചാലിൽ നല്ല രീതിയിലുള്ള നാട്ടുകാരും കവലയും സഹകരിക്കുന്ന എല്ലാവരും നല്ല രീതിയിലാണ്. അല്ല, അടിപൊളി വൈബ് ആൾക്കാരാണെന്നാണ് പറഞ്ഞത് കറുകച്ചാലുള്ളവരെ. അപ്പൊ ഞങ്ങൾ ഈ നാട്ടുകാരും വിശേഷമായിട്ട് വന്നതാണ്. കറുകച്ചാൽ മൊത്തം ഒപ്പിയെടുക്കുക ഞങ്ങള്. അതിനോട് കുറച്ച് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അടിപൊളി സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ നൽകും. ചോദിക്കാം. അപ്പൊ നമുക്ക് ചേട്ടന്മാരോട് കുസൃതി ചോദ്യം ചോദിക്കാം. അപ്പോൾ പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം പറയാമോ? ഒന്നുകൂടെ പറഞ്ഞേ. വെരി ഗുഡ്, അടിപൊളി. ആ പേരെന്ന് പറഞ്ഞേ? പേര് മധു. മധു. ഓ, മധുചേട്ടൻ കണ്ടോ, നമ്മളോട് വെള്ളം കുടിപ്പിക്കാന്നോർത്താ ഞാനിരുന്ന. പക്ഷെ മധുചേട്ടൻ അടിച്ച് തകർത്ത് കളഞ്ഞു. കറക്റ്റ് ആൻസർ പറഞ്ഞ നമ്മുടെ മധുചേട്ടന് ഒരു അടിപൊളി ഗിഫ്റ്റാണ് കൊടുക്കുന്നത് കേട്ടോ. മൈസൂർ ഗോൾഡ് നൽകുന്ന ഗിഫ്റ്റാണ്. 5 തരം വിഭവങ്ങളാണ്. അടുക്കളയ്ക്കുമായിട്ട് വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ സാധനവും ഉണ്ട്. അരിപ്പൊടി, ദോശപ്പൊടി, ഇഡലിപ്പൊടി, റവ, ഗോതമ്പ് പൊടി, കറി മസാലകൾ, ചിക്കൻ മസാല, ബീഫ് മസാല, അതുപോലെ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റമുമായിട്ടുള്ള കിറ്റ് അങ്ങോട്ട് കൊടുക്കുവാണ്. ചേട്ടാ, ഇത് മൈസൂർ ഗോൾഡ് നൽകുന്നതാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാവോ? ഇല്ല, പറഞ്ഞു തരട്ടെ. മൈസൂർ ഗോൾഡ് കേരളത്തിലെവിടെയും ആരുടെയും സ്വർണം, അതായത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും അത് എടുത്ത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിൽക്കുവാനും വാങ്ങുവാനും 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതിന്റെ ബ്രാഞ്ചുകളെ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്. ഇപ്പൊ ഹാപ്പി ആയില്ലേ? പറഞ്ഞേ. ഓക്കെ, ബൈ. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഐറ്റംസുകളുടെ വമ്പൻ കളക്ഷൻസ് ഉള്ള കറുകച്ചാലിലെ ഒരു പ്രമുഖ ഷോപ്പായ നടുവിലേടത്ത് സാനി വേൾഡിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നാ ഉള്ളത്? പേരെന്ന് പറയാമോ? അശ്വിൻ. അശ്വിനെ,
അപ്പൊ ഞങ്ങൾ ഈ കറുകച്ചാലി വന്നപ്പോഴത്തേക്കും നമ്മുടെ നടുവിലെ അടുത്ത് സാനി വീടിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളും ആൾക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചു. അപ്പൊ ഇവിടെ വന്ന് ഈ വിശേഷങ്ങളൊക്കെ ഇവിടുത്തെ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കിടാൻ വേണ്ടി വന്നതാണ്. പറയാൻ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഈ ഷോപ്പ് കറിയച്ചാലിന്റെ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 3 വർഷം 3 വർഷമായി 3 വർഷമാകുന്നു. നമുക്ക് ഇതിനു മുമ്പ് മാമൂട്ടിലായിരുന്നു നമ്മുടെ ആദ്യമേ സ്റ്റാർട്ടിങ് സാനിറ്ററി. അതൊരു 18 വർഷം കഴിഞ്ഞു. 18 വർഷം കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്തൊക്കെയാ നമ്മുടെ ഇവിടുത്തെ ഐറ്റംസുകൾ? സാനിറ്ററി, പ്ലംബിങ്, ഇലക്ട്രിക്കല്, സ്വിച്ച്, ലൈറ്റ്, ഇതിന്റെ എല്ലാം മേജർ ബ്രാൻഡ്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മെയിൻ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അത് ശരി. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ? കാണാം. നമുക്ക് ആദ്യമേ ഇലക്ട്രിക്കലിൽ നിന്ന് തുടങ്ങാം. നമുക്ക് മേജർ ബ്രാൻഡ്സ് ആയ കേബിൾ എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട്. RRന്റെ ഉണ്ട്, പോളിക്യാബ്, ഇതെല്ലാം ഗ്രീൻ വയേഴ്സ് ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നത് അതുണ്ട്. സ്വിച്ചിൽ നോറിസ്, സ്നൈഡർ, ലെഗ്രാൻഡ്, എല്ലാ മേജർ ബ്രാൻഡ്സും ഉണ്ട്. നമ്മളേതാണ്ട് ഒരു 10 ബ്രാൻഡ് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് സെപ്പറേറ്റ് മോഡൽസ് വേറെ ഉണ്ട്. പിന്നെ വരുന്ന ഫാനാണ്. ഫാൻ അതും മേജർ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട്. അത് നമുക്ക് കൂളെന്ന് പറയുന്ന 8 ലീഫ് വരുന്ന ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഓട്ടംബർഗ് ഇപ്പൊ മെയിൻ ആയിട്ട് ഓൺലൈനിലും എല്ലാം സെയിൽസ് നടക്കുന്ന ഓട്ടംബർഗ് എന്ന് പറയുന്ന BLDC ഫാൻ ഉണ്ട്. പിന്നെ അല്ലാത്ത നോർമൽ ഫാൻസ് എല്ലാത്തരം ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ്സ് ഉണ്ട്. ലൈറ്റ് ലൂക്കർ, ഫിലിപ്സ്, ഓറിയന്റ്, അതിന്റെയൊക്കെ ഒരു ഡെമോ ആയിരിക്കും കാണുന്നത്. അതെ ചെറിയൊരു ഡെമോ. നല്ല കളക്ഷൻ ആണല്ലോ ഇവിടെ. ഒരു പ്രീമിയം കൗണ്ടർ പോലെ നമ്മൾ ചെയ്തേക്കുന്ന ഇത് മാത്രം. ജാഗ്വാർ എസ്കോ ഗബ്രിറ്റ്, ജാഗ്വാറിന്റെ എസ്കോയുടെ ഉണ്ട്. പിന്നെ ഗബ്രിറ്റ് എന്ന് പറയുന്ന കൺസീൽഡ് ഫ്ലഷ് ടാങ്കാ. അതിപ്പം സ്വിസ് മെയ്ഡ് കമ്പനിയാണ്, യൂറോപ്പിൽ. അത് തന്നെ അതിന്റെ ഒരു ഡിസ്പ്ലേ മോഡലാണത്. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് അല്ലേ, ജാഗ്വാറിന്റെ. അശ്വനെ, ഇതൊരു വെറൈറ്റി ആണല്ലോ സംഭവം. അത് ജാഗ്വാറിന്റെ ഓട്ടോമാറ്റിക് ക്ലോസറ്റ്. ഓട്ടോമാറ്റിക് അല്ലേ? കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്. അതിന്റെ താഴെയുള്ള അവത്തിൽ പ്രസ് ചെയ്യുമ്പോൾ തൊട്ടാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് റിമോട്ടും ഉണ്ട് അല്ലേ? ഒരു 1.5 ലക്ഷം രൂപ വില വരുന്ന സാധനം. അത് ശരി. എന്നാ വേണല്ലോ. അപ്പം ഓട്ടോമാറ്റിക് ആണോ? ഒന്നും അതെ എല്ലാം സുഖകരം. അതെ. അശ്വന, എല്ലാം ഒരു പുതുമയല്ലേ? അതെ. ഈ 1.5 ലക്ഷത്തിന്റെ അല്ലാത്ത മോഡൽസും നമുക്ക് സിംഗിൾ പീസ് ഉണ്ട്, അല്ലെങ്കിൽ വാൾ ഹാങ്സ് ഉണ്ട് ഇവിടെ. അതെ, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വെക്കുന്ന വാൾ ഹാങ്സ്. അതിന് ജാഗ്വാറിന്റെ തന്നെ വാഷ് ബേസിൻസ്, ടേബിൾ ടോപ്പ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ജാഗ്വാറിന്റെ എന്ന് പറയുന്നത് അതിന്റെ CP ഐറ്റംസ്. അതാണ് ഈ കാണുന്നത്. ഇത് ജാഗ്വാറിന്റെ ഡൈവേർട്ടറാ. ഇത് ഹൈഫ്ലോ എന്ന് പറയുന്നത്. അല്ലാതെ 3 വേ എന്ന് പറയുന്ന 2-3 ടൈപ്പ് ഡൈവേർട്ടേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പം ലക്ഷറി എന്ന് പറയുന്നത് ബാത്റൂമില്ല പലയിടത്തും. അതെ. അതുപോലെ തന്നെ ഷവർ നമുക്ക് മഴ വെള്ളം രീതിയിൽ വരുന്നതാണ്. മഴ നനഞ്ഞ് കുളിക്കുന്ന ഫീൽ. അതെ. അതിന് നമ്മൾ വെക്കേണ്ട പ്രഷർ പമ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വെച്ചാലേ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ കറക്റ്റ് മഴ. പ്രഷർ പമ്പും ഈ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. മഴ സൃഷ്ടിക്കുകയാണ്. സംഭവം കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ. ഒരുപാട് ഐറ്റംസുകൾ മേളിലാ കാണാൻ കിടക്കുന്ന സെറ്റപ്പ് ആട്ടോ. ഒരു രക്ഷയില്ല. വാ. കളക്ഷൻ വമ്പൻ കളക്ഷൻ അല്ലേ? അതെ. ഇത് എല്ലാ കമ്പനികളൊക്കെ ഒന്ന് പറയാമോ? ഇത് നമുക്ക് ഇവിടെ സെറ, സൊമാനി, ജോൺസൺ, കെറോവിറ്റ്, ഈ 4 ബ്രാൻഡ്സ് ഇവിടെ മുകളിലത്തെ നല്ല ഡിസ്പ്ലേ ഉള്ളത്. അതെ. അതിന്റെ സിംഗിൾ പീസ് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കളർ ക്ലോസറ്റുകൾ ചോദിക്കുന്നവർക്ക് കളർ ക്ലോസറ്റുകളും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിലെ. ബ്ലാക്ക് മാത്രമുള്ള ജസ്റ്റിനെ? ബ്ലാക്കാ കൂടുതലും. അതെ, എൻക്വയറിയും വരുന്ന ബ്ലാക്കിനാണ്. പിന്നെ അല്ലാത്ത ടൈപ്പ് വാഷ് ബേസിൻസ്. അശ്വന, എംബ്രാൻഡിന്റെ കളക്ഷൻ ആയിരിക്കുന്നു മൊത്തം. അതെ. എംബ്രാൻഡിന്റെ മാത്രമായിട്ടുള്ള ഒരു കളക്ഷനാണ്. അവരുടെ ബാത്റൂം ആക്സസറീസും ടാപ്പ് ഫിറ്റിംഗ്സും ഡൈവേർട്ടറും ഷവറും എല്ലാം കൂടെ ഉള്ള ഒരു കളക്ഷൻ. എല്ലാം കൂടെ അല്ലേ? ബ്രാൻഡ് ഐറ്റമാണ് എംബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡ്. അത് നമുക്കും വിശ്വാസമുണ്ട്. ധൈര്യമായിട്ട് മേടിക്കാം. പക്ഷേ ഇതുണ്ട്, എസ്കോടെ മാത്രം കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. വാട്ടർ ടാങ്കുകളുടെയും സേഫ്റ്റി ടാങ്കുകളുടെയും വൻപിച്ച കളക്ഷൻസ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്.
കറുകച്ചാല് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള നടുവിലടുത്ത സാനി വീടിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളും സേവനങ്ങളും പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നതാണ്. അശ്വനെ, കാഴ്ചകളെല്ലാം അടിപൊളിയായിട്ട് കാണിച്ചു തന്ന അശ്വനെ ഒരുപാട് സന്തോഷം. എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഒരു പുതുമ തന്നെ ആയിരിക്കും. മേൽക്കൂരയില്ലാത്തൊരു ഭവനത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കറുകച്ചാലിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു മേൽക്കൂരയുടെ കീഴിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നടുവിലടത്ത് റൂഫ് വേൾഡ്. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് കറുകച്ചാലിന്റെ ഒരേ സമയം പല ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ്. നടുവിലടത്ത് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമുക്ക് പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വാർത്തയൊക്കെ? വാർത്ത നല്ല വിശേഷം, കുഴപ്പമില്ലാതെ പോകുന്നു. എവിടെ സാറിന് താമസമൊക്കെ? അപ്പൊ താമസം ഇവിടെ മേഴ്സി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ തന്നെ തൊട്ട്. ഈ കറുകച്ചാലിൽ വന്നപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. അപ്പൊ അതിന്റെ വിശദമായിട്ട് അതിന്റെ വിവരങ്ങളും, കാരണം ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ. ഇവിടെ ആണെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ സ്ഥാപനം ഇവിടെ. അതായത് സ്ക്വയർ പൈപ്പുകൾ, കമ്പി, സിമെന്റ്, ഷീറ്റുകൾ, എല്ലാ സംഭവവും കൊടുക്കുന്ന ഇവിടെയാണ്. പിന്നെ താഴെ സാനിറ്ററി ഇലക്ട്രിക്കലിന്റെ കടയുണ്ട്. ഗോൾഡ് ലോൺ രംഗത്ത് 2-3 ബ്രാഞ്ചുകളുണ്ട്. മാമൂടുണ്ട്, വൈക, കറുകച്ചാല് പോകുന്നു. സ്റ്റാഫും അല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ തൊഴിലാളി മുതലാളി എന്നുള്ള ഒരു ബന്ധമില്ല. ഞാനും ഇവിടുത്തെ മെയിൻ പണിക്കാരനാണ്. ഈ കറുകച്ചാലിലെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണങ്ങൾ കൊണ്ട് പ്രസ്ഥാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കറുകച്ചാല് മേഴ്സി ഹോസ്പിറ്റലിന് സമീപത്താണ്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇതുകൊണ്ടോ പ്രേക്ഷകരെ, പ്രമുഖ കമ്പനികളായ ടാറ്റായ്, വൈശാഖ്, മെറ്റ്കോണ് എന്ത് വേണ്ട മറ്റ് എല്ലാ കമ്പനികളുടെയും കമ്പികൾ നമുക്കിവിടെ ഈ ഷോപ്പിൽ ലഭ്യമാണ്. കറുകച്ചാലിലെ തന്നെ എല്ലാ പ്രമുഖ പ്രോജക്റ്റുകളിലും ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെവിടെയും അങ്ങോളം ഇങ്ങോളം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള വാഹന സജ്ജീകരണങ്ങളെല്ലാം നമ്മുടെ നടുവിലടത്ത് റൂഫ് വേൾഡിലുണ്ട്. സാറേ, വിവിധതരം മോഡലാണോ നമ്മുടെ ഷീറ്റിൻ്റെ? ഇത് GI റൂഫിംഗ് ഷീറ്റിന്റെ പലവിധ ഡിസൈനുകളാണ്. അതായത് നമ്മുടെ പഴയ രീതിയിലുള്ള ഓടിന്റെ ഡിസൈൻ, ഓടിന്റെ അല്ലേ, പല ടൈപ്പ് ഓടുകൾ. പിന്നെ കേരള ഓടുണ്ട്, കർണാടക ഓടുണ്ട്, പല രീതിയിലുള്ള GI റൂഫിംഗ് ഷീറ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കും. സാറേ, ഇതൊരു വെറൈറ്റി ആണല്ലോ? തീർച്ചയായിട്ടും ഇത് വെറൈറ്റി ഏറ്റവും പുതിയ മോഡൽ റൂഫിംഗ് ഷീറ്റ് ആണ്. സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റ്. സ്റ്റോൺ കോട്ട് അല്ലേ? സ്റ്റോൺ കോട്ട്. ഇത് കല്ലൊരു പ്രത്യേക രീതിയിൽ മണൽ നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. ഏറ്റവും പുതിയ മോഡേൺ ആയിട്ടുള്ള വീടുകൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ധാരാളം ആൾക്കാർ ഇത് പോകുന്നുണ്ടല്ലേ. ഇതാണ് നമ്മുടെ പൈപ്പിന്റെ ഡിവിഷന്റെ സ്റ്റോക്ക്. അതിന്റെ ഷെൽഫാണിത്. സ്ക്വയർ പൈപ്പ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ല, അത് സ്ക്വയർ പൈപ്പുകൾ. ഇത് അപ്പോളോ ഉണ്ട്, ടാറ്റ ഉണ്ട്, JSW ഉണ്ട്, പിന്നെ RKS, അങ്ങനെയുള്ള കുറെ ബ്രാൻഡുകൾ നമ്മളിവിടെ ചെയ്യുന്നു. കമ്പനി നമുക്ക് നല്ല ഹെവി സ്റ്റോക്ക് ഉണ്ട്. പ്രൂഫ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഫിറ്റിംഗ്സുകളാണ് ഇതെല്ലാം അല്ലേ? അതെ, റൂഫിംഗ് അതിന്റെ ഫ്രെയിംവർക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണിത്. ഇതുകൊണ്ട് ഇവിടെ എല്ലാ കമ്പനികളുടെയും സിമെന്റുകളുടെ ഒരു ഗോഡൌണാണ്. സാറേ, ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കാണിച്ചു തന്നതിന്. അതുപോലെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. ഏത് കെട്ടിട നിർമ്മാണ സാമഗ്രികളും റൂഫ് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിശ്വസനീയമായ വിലക്കുറവിൽ, മിതമായ നിരക്കിൽ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഗ്രീഷേട്ടനുണ്ട്. അപ്പോൾ ഇവിടുത്തെ സേവനങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും.
സുഹൃത്തുക്കളെ, കറുകച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകം നിങ്ങൾ കണ്ടോ, നല്ല തിരക്കല്ലേ നോക്കിയേ. ബസ്സൊക്കെ വന്ന ആൾക്കാരൊക്കെ നല്ലൊരു വൈബാണ്, നല്ല തിരക്കാണ് കണ്ടോ ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കണ്ടങ്ങ് പോകാം എല്ലാ കാഴ്ചകളും. ആൾക്കാർ സവാരി പോകാനായിട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇറങ്ങുന്നു പോകുന്നു. കറുകച്ചാലൊക്കെ ഇത്ര മാറ്റം വന്നല്ലോ എന്ന് ഓർത്തിട്ടാ, നല്ല തിരക്കല്ലേ. പണ്ടൊക്കെ നമ്മൾ കോട്ടയം എറണാകുളമൊക്കെ പോകുമ്പോൾ ഇതുപോലെ തിരക്കുള്ള കാഴ്ചകൾ കാണും. ഒരുപാട് കടകളുണ്ട് കേട്ടോ, ഒരുപാട് ഷോപ്പുകളുണ്ട് നമുക്കിവിടെ കാണാനായിട്ട്. എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ കറുകച്ചാൽ വിട്ട് പോകും. അപ്പോൾ നമ്മൾ കറുകച്ചാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള കുറച്ച് സഹോദരിമാരും ചേച്ചിമാരും ഇവിടെ കണ്ടു. അവരോടൊരു കുസൃതി ചോദ്യം ചോദിച്ച വിശേഷങ്ങളും ചോദിക്കാം. അപ്പോൾ കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് ഒരു അടിപൊളി സമ്മാനമുണ്ട്, ആർക്ക് വേണം പറയാം. അപ്പോൾ ചോദ്യം ഇതാണ്, കഴിക്കാൻ പറ്റുന്ന നിറം. കഴിക്കാൻ പറ്റുന്നത് ഓറഞ്ച്. ചേച്ചിയുടെ പേരെന്നാ? ജോസ്ന. അപ്പൊ കഴിക്കാൻ പറ്റുന്ന നിറം പറയാം, ആർക്ക് വേണം പറയാം. ഓറഞ്ച്. എല്ലാരും ഓറഞ്ച് പറഞ്ഞു. പച്ച, ഓറഞ്ച്. ചേച്ചി ആ പേരെന്ന് പറഞ്ഞു? ജോസ്ന. ജോസ്ന ചേച്ചിയാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞത്. എല്ലാവരും ഉത്തരം പറഞ്ഞു. ആദ്യം പറഞ്ഞ ജോസ്ന ചേച്ചിയാണ്. ജോസ്ന ചേച്ചിക്ക് മൈസൂർ ബോർഡ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കൊടുക്കുകയാണ്. ഇത് എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് പുട്ടുപൊടിയുണ്ട്, അരിപ്പൊടി, റവ, ഗോതമ്പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, എല്ലാ സാമ്പാർ പൊടി എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളി ഉത്തരം പറഞ്ഞു. മൈസൂർ ഗോൾഡിനെ കുറിച്ച് അറിയാവോ? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. മൈസൂർ ഗോൾഡ് കേരളത്തിൽ ഇവിടെ ആരുടെയും സ്വർണം ഏത് ബാങ്കിൽ ഇരിക്കുന്നത് ആണെങ്കിലും അതെടുത്ത് ബാങ്കിൽ നിന്ന് എടുക്കാനും വയ്ക്കാനും 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ കറുകച്ചാലിലെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ കറുകച്ചാലിലെ യാത്രകൾ കണ്ട് നിങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പാർട്ട് 2 ഉടനെ ആരംഭിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൈസൂർ ഗോൾഡാണ്. മൈസൂർ ഗോൾഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. കേരളത്തിൽ എവിടെയും ആരുടെയും സ്വർണം അതേത് ബാങ്കിൽ പണയം ഇരിക്കുന്നതാണെങ്കിലും അത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ അതെടുത്ത് വിൽക്കുവാനും വാങ്ങുവാനും മൈസൂർ ഗോൾഡ് നിങ്ങളെ സഹായിക്കും. 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൈസൂർ ഗോൾഡ്. ഇതിന്റെ ബ്രാഞ്ചുകൾ പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കൊടുങ്ങൂര്. അപ്പോൾ നമുക്ക് പാർട്ട് 2 അടിപൊളി കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ടാലോ?